ശബരിമല ക്ഷേത്രത്തിലെ സോപാനത്തിലും ദ്വാരപാലക ശില്പങ്ങളിലും പതിപ്പിച്ചിരുന്ന സ്വർണ്ണപ്പാളികൾ മോഷ്ടിക്കപ്പെട്ട സംഭവം കേരളത്തെ ആകെ നടുക്കിയ ഒന്നാണ്. ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും കേന്ദ്രമായ ശബരിമലയിൽ വർഷങ്ങളായി നടന്നുവന്ന ആസൂത്രിതമായ ഒരു വലിയ കൊള്ളയുടെ ചുരുളഴിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. കേവലം ഒരു മോഷണ കേസ് എന്നതിലുപരി രാഷ്ട്രീയ ഉന്നതരുടെ ബന്ധങ്ങളും അന്വേഷണ സംഘത്തിന്റെ വീഴ്ചകളും ഈ കേസിലെ ഓരോ ചുവടിലും ചർച്ചയാകുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. 2025 ഒക്ടോബർ 17-നാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ പതിപ്പിച്ചിരുന്ന സ്വർണവും കട്ടിളപ്പാളിയിലെ സ്വർണവും ഇയാൾ ആസൂത്രിതമായി കവർന്നുവെന്നാണ് കേസ്. ശാസ്ത്രീയ പരിശോധനകൾക്കായി VSSC ആണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അവരുടെ പരിശോധനാ ഫലങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. യഥാർത്ഥ സ്വർണ്ണപ്പാളികൾ മാറ്റി പകരം വ്യാജമായവ സ്ഥാപിച്ചിരിക്കുന്നുവെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടു. ഇത് ഒരു ദിവസം കൊണ്ട് നടന്നതല്ലെന്നും കഴിഞ്ഞ 2 ദശാബ്ദകാലമായി നടന്ന വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. UDF കൺവീനറും MP-യുമായ അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള അടുത്ത ബന്ധമാണ് ഇപ്പോൾ കേസിലെ പ്രധാന രാഷ്ട്രീയ വിവാദം. ഇരുവരും തമ്മിൽ കേരളത്തിന് പുറത്തു വെച്ച് രഹസ്യ കൂടിക്കാഴ്ചകൾ നടത്തിയെന്നതിന്റെ തെളിവുകൾ പുറത്തുവന്നു. ബംഗളൂരുവിൽ വെച്ച് അടൂർ പ്രകാശും പോറ്റിയും സഹായിയായ രമേശ് റാവുവും ഒത്തുകൂടുന്ന ചിത്രങ്ങൾ പുറത്തായി. ഇതിൽ പോറ്റി നൽകിയ ഒരു കവറും രമേശ് റാവു നൽകിയ സമ്മാന പൊതിയും അടൂർ പ്രകാശ് സ്വീകരിക്കുന്നത് വ്യക്തമാണ്. 2024 ജനുവരിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നിർമ്മിച്ചു നൽകിയ വീടുകളുടെ താക്കോൽദാന ചടങ്ങിൽ അടൂർ പ്രകാശ് പങ്കെടുക്കുന്നതിന്റെ ചിത്രങ്ങൾ അദ്ദേഹം തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. ബംഗളൂരുവിലെ അയ്യപ്പ ഭക്തൻ എന്നാണ് പോറ്റിയെ അടൂർ പ്രകാശ് അന്ന് വിശേഷിപ്പിച്ചത്. 2017 അതീവ സുരക്ഷയുള്ള സോണിയാഗാന്ധിയുടെ വസതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിച്ചതിന് പിന്നിൽ അടൂർ പ്രകാശും ആന്റോ ആന്റണി MP-യുമാണെന്ന ആരോപണവും ഇപ്പോൾ സജീവമാണ്. ഈ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ തനിക്ക് പോറ്റിയുമായി യാദൃച്ഛികമായ പരിചയം മാത്രമാണെന്ന അടൂർ പ്രകാശിന്റെ പഴയ വാദങ്ങൾ ദുർബലമായിരിക്കുകയാണ്. ഇതോടെ പ്രതികളെ സംരക്ഷിക്കാനാണോ അടൂർ പ്രകാശ് ശ്രമിക്കുന്നതെന്ന ചോദ്യവും ഉയരുകയും അദ്ദേഹത്തിനെതിരെ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തണമെന്ന ആവശ്യം ശക്തമാവുകയും ചെയ്തു. ശബരിമല കേസ് ഒരു രാഷ്ട്രീയ ആയുധമായി മാറിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഭരണപക്ഷത്തിനെതിരെയും രൂക്ഷമായ ആരോപണങ്ങൾ ഉയർത്തുന്നു. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണ പോറ്റിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്നും അതിന്റെ തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്നും സതീശൻ വാദിക്കുന്നു. ദേവസ്വം മന്ത്രിയുടെ അറിവില്ലാതെ ബോർഡ് ഇത്തരം തീരുമാനങ്ങൾ എടുക്കില്ലെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് അയച്ചത് കടകംപള്ളിയാണെന്നും അദ്ദേഹം ആരോപിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പോറ്റിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും സതീശൻ ഉയർത്തിക്കാട്ടി. ഫോട്ടോ എടുത്തുകൊണ്ട് മാത്രം ഒരാൾ പ്രതിയാകില്ലെന്നും എന്നാൽ പ്രതികളെ സംരക്ഷിക്കാൻ ഉന്നതർ ശ്രമിക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേസിലെ നിർണായകമായ ഒരു ഘട്ടം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിച്ച ജാമ്യമാണ്. അറസ്റ്റ് ചെയ്ത് 90 ദിവസം പിന്നിട്ടിട്ടും കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ അന്വേഷണ സംഘം പരാജയപ്പെട്ടു. ഇത് പ്രതിഭാഗത്തിന് വലിയ ആനുകൂല്യമായി മാറി. കൊല്ലം വിജിലൻസ് കോടതി കുറ്റപത്രം വൈകുന്നതിനെ രൂക്ഷമായി വിമർശിച്ചു. എന്തുകൊണ്ടാണ് 90 ദിവസത്തിനുള്ളിൽ പ്രാഥമിക കുറ്റപത്രം പോലും നൽകാൻ കഴിയാത്തതെന്ന് കോടതി ചോദിച്ചു. കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനുണ്ടെന്ന പോലീസിന്റെ ന്യായീകരണം കോടതി പൂർണ്ണമായും അംഗീകരിച്ചില്ല. കട്ടിളപ്പാളി കേസിൽ കൂടി ഉടൻ കുറ്റപത്രം നൽകിയില്ലെങ്കിൽ പോറ്റിക്ക് പൂർണ്ണമായും ജയിൽ മോചിതനാകാൻ സാധിക്കും. ഇത് പോലീസിന്റെ ബോധപൂർവമായ വീഴ്ചയാണോ എന്ന് സംശയിക്കുന്നവരും കുറവല്ല. ശബരിമല ദേവസ്വം ബെഞ്ച് ഈ കേസിനെ അതീവ ഗൗരവത്തോടെയാണ് സമീപിക്കുന്നത്. ഹൈക്കോടതിയുടെ പ്രധാന നിരീക്ഷണങ്ങൾ ഇവയാണ്. VSSC പരിശോധനയിൽ സ്വർണത്തിൽ മാറ്റം കണ്ടെത്തിയത് ക്ഷേത്ര സ്വത്തിന്റെ കവർച്ച നടത്തിയതിന്റെ വ്യക്തമായ സൂചനയാണ്. ഇത് കേവലം ഒരു മോഷണമല്ല, മറിച്ച് 2 പതിറ്റാണ്ടുകളായി നടന്നു വരുന്ന ആസൂത്രിതമായ നീക്കമാണ്. ദേവസ്വം ബോർഡിന്റെ മുൻകാല ഇടപെടലുകൾ, മരാമത്ത് പണികൾ, സ്വർണം പതിപ്പിക്കൽ എന്നിവയെക്കുറിച്ച് ആഴത്തിലുള്ളതും സമഗ്രവുമായ അന്വേഷണവും വേണം. നീതിപൂർവമായ അന്വേഷണത്തിനായി ഒരു പ്രത്യേക ഉന്നതതല സമിതിയെ കൊണ്ട് അന്വേഷിപ്പിക്കേണ്ട സാഹചര്യവും വന്നിരിക്കുകയാണ്. കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ വികാരങ്ങളെ മുറിപ്പെടുത്തുന്നതാണ് ഈ വാർത്ത. ഭക്തർ കാണിക്കയും വഴിപാടായും സമർപ്പിക്കുന്ന സ്വർണം മോഷണം പോകുന്നത് ദേവസ്വം ബോർഡിന്റെ വിശ്വസ്തതയെ തന്നെ തകർക്കുന്നു. ക്ഷേത്രഭരണത്തിൽ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ഇടനിലക്കാരും ചേർന്നുള്ളൊരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ടെന്ന ഭക്തരുടെ ആരോപണം ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ശബരിമല സ്വർണ്ണ മോഷണ കേസ് ഇപ്പോൾ കേവലം ഒരു ക്രൈം ഫയലല്ല, അത് കേരള രാഷ്ട്രീയത്തിലെ വലിയൊരു ഉലച്ചിലിന്റെ തുടക്കമാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ ആരോപണ നിഴലിലായ ഈ കേസിൽ നിഷ്പക്ഷമായ അന്വേഷണം നടന്നാൽ മാത്രമേ സത്യാവസ്ഥ പുറത്തുവരൂ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി രാഷ്ട്രീയ നേതാക്കൾക്കുള്ള ബന്ധം സാമ്പത്തിക ഇടപെടലുകളിലേക്കാണോ നീളുന്നതെന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. സ്വർണത്തിന്റെ യഥാർത്ഥ മൂല്യം എത്രയാണെന്നും മോഷണം പോയ സ്വർണം എവിടെയാണെന്നും കണ്ടെത്തുക എന്നത് പോലീസിന് മുന്നിലുള്ള വലിയ വെല്ലുവിളിയാണ്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണം മാത്രമേ ഭക്തർക്ക് ആശ്വാസം നൽകൂ.